എന്തുകൊണ്ട് ശുദ്ധമായ മതത്തിൽ വിശ്വസിച്ചുകൂടാ എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ശരിയാണ്, എന്തും ശുദ്ധമായിരിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള വളരെ പ്രാഥമികമായ ഒരു ലോജിക്ക് ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനൊരു മറുപുറമുണ്ടല്ലോ. ഇപ്പോൾ ഹിന്ദുമതത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഹിന്ദുത്വവാദം എന്താണ് പറയുന്നത്? ഹിന്ദുത്വവാദം പറയുന്നത് വൈദിക സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ എന്ന് പറയുന്നത്. ആ വൈദിക സംസ്കാരം എന്താണ്? ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറമുള്ളൊരു സംസ്കാരമാണ്. ആ സംസ്കാരമാണ് ശുദ്ധം. അപ്പോൾ ആ ശുദ്ധമായ സംസ്കാരത്തെ പുനഃസ്ഥാപിക്കാനാണല്ലോ ഹിന്ദുത്വം ശ്രമിക്കുന്നത്. അത് അവരുടെ വാദം, ഹിന്ദുത്വത്തിന്റെ വാദം മാത്രമാണ്. ഒരിക്കലും തന്നെ അതിൽ യാതൊരു വസ്തുതയുമില്ല. വൈദിക സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ എന്ന് പറയുന്നത്. ഈ വാദം നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഹിന്ദുത്വത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല? അത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആ ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് ചാതുർവർണ്ണയത്തിന്റെ ആശയമാണ്, മനുസ്മൃതിയുടെ ആശയമാണ്. ആ ആശയത്തെ അംഗീകരിക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? അത് പിന്തിരിപ്പനായ ആശയമാണ്, അത് ആധുനിക കാലത്ത് യോജിക്കാത്ത ആശയമാണ്, അത് മത പുനരുത്ഥാനവാദമാണ്, അത് അന്യമതസ്ഥരെ അന്യവൽക്കരിക്കുന്ന നിലപാടാണ്. ഈ അർത്ഥത്തിലാണ് നമ്മൾ ഹിന്ദുത്വവാദത്തെ എതിർക്കുന്നത്. അതെ, ഇത്രയും കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഹിന്ദുത്വവാദം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ ഇസ്ലാം ഒരിക്കലും തന്നെ ഈ പറഞ്ഞ ഗണത്തിലൊന്നും ഉൾപ്പെടുകയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത് ദൈവികമായ മതമാണ്. ഹിന്ദുത്വം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് അന്യമതസ്ഥരെ അന്യവൽക്കരിക്കുന്ന നിലപാടാണ്. ഈ അർത്ഥത്തിലാണ് നമ്മൾ ഹിന്ദുത്വവാദത്തെ എതിർക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇസ്ലാമിന്റെ കാര്യത്തിലും. ഒരിക്കലുമല്ല, അതുപോലെയല്ല ഇസ്ലാം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ആദിമ മനുഷ്യൻ മുതൽ നിലനിന്ന് പോരുന്ന പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ മതമാണ്. എന്നാൽ ഹിന്ദുത്വ എന്നത് 20-ാം നൂറ്റാണ്ടിൽ സവർക്കർ അടക്കമുള്ള ആളുകൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഹിന്ദു രാഷ്ട്രവാദത്തിൻ്റെ പേരാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും ഒന്നല്ല. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ ഹിന്ദുത്വവാദം മുന്നോട്ട് വെക്കുന്നത് ചാതുർവർണ്ണയമാണ്. എന്നാൽ മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കണം എന്ന ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഹിന്ദുത്വവാദം പിന്തിരിപ്പനാണ്, ആധുനിക കാലത്ത് ഒരിക്കലും അതിന് യോജിക്കാത്തതാണ്. എന്നാൽ ഇസ്ലാമിലെ ആശയങ്ങളാകട്ടെ എല്ലാ കാലത്തും പ്രായോഗികമാണ്, നിത്യപ്രസക്തമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിന്ദുത്വം അന്യമതസ്ഥരെ അന്യവൽക്കരിക്കുന്ന നിലപാടാണ്. ഇസ്ലാം അന്യമതങ്ങളെയും അവരുടെ ദൈവങ്ങളെയും ഒരു നിലക്കും നിന്ദിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു മതമാണ്. ഹിന്ദുത്വം വർഗീയത കത്തിച്ച് അധികാരം നേടുന്ന ഒരു ടീമാണ്. എന്നാൽ ഇസ്ലാമാകട്ടെ വർഗീയതയെക്കുറിച്ച് പറഞ്ഞത് ഒരിക്കലും തന്നെ അത് അംഗീകരിക്കാൻ പാടില്ല എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നമുക്ക് കാണാം. വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും ജാഹിലിയത്തിൻ്റെ സ്വഭാവമാകുന്നു എന്നാണ്. അതായത് ഇസ്ലാം വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന അജ്ഞാനകാലത്തുണ്ടായിരുന്ന ആളുകളുടെ ഒരു സ്വഭാവമായിരുന്നു എന്ത്? വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലപ്പെടുക, അതുപോലെ തന്നെ അതിനുവേണ്ടി കൊല ചെയ്യുക എന്നത്. അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്നാണ്. ലോകർക്ക് എന്നാണ് അവിടെ പ്രത്യേകം ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞത് എന്താണ്? ലോകരക്ഷിതാവിനാകുന്നു സർവസ്തുതിയും എന്നാണ്. അല്ലെങ്കിൽ അറബികളുടെ രക്ഷിതാവ്, മുസ്ലിങ്ങളുടെ രക്ഷിതാവ്, കറുത്തവൻ്റെ രക്ഷിതാവ്, വെളുത്തവൻ്റെ രക്ഷിതാവ് എന്നല്ല. ദൈവത്തെ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അത് ലോകരക്ഷിതാവ്, എല്ലാവരുടെയും ദൈവം എന്ന അർത്ഥത്തിലാണ്. പ്രവാചകനെ പരിചയപ്പെടുത്തുമ്പോൾ അതെല്ലാവർക്കും കാരുണ്യമെന്നാണ്. അത് മുസ്ലിങ്ങൾക്ക് കാരുണ്യം, ഹിന്ദുക്കൾക്ക് കാരുണ്യമെന്നല്ല, എല്ലാവർക്കും കാരുണ്യമെന്നാണ്. മാത്രവുമല്ല, ഒരു നിരപരാധിയെ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിധി എന്താണെന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിലെ 32-ാമത്തെ ആയത്തിൻ്റെ പരിഭാഷയിൽ കാണാം, മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു എന്നാണ്. അപ്പോൾ ഇത്രയും ഗൗരവമുള്ള രീതിയിലാണ് ഇസ്ലാം നിരപരാധികളുടെ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇവിടെയും തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മുസ്ലിമിനെ കൊന്നാൽ എന്നല്ല പറഞ്ഞത്, മനുഷ്യനെ കൊന്നാൽ എന്നാണ്. അത് മൊത്തം ആളുകളെ കൊന്നതിന് തുല്യമാകുന്നു എന്നാണ്. ഇനിയൊരു വ്യക്തികൾക്ക് ഒരു നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ഒരിക്കലും ഇസ്ലാം നൽകുന്നുമില്ല എന്ന് ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, സ്വജനപക്ഷപാതിത്വം ഇസ്ലാമിൽ ഒട്ടുമേയില്ല. ഒരു സ്ത്രീ മോഷണം നടത്തിയ സന്ദർഭത്തിൽ ആ സ്ത്രീയുടെ ഇസ്ലാമിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് മോഷണം ചെയ്തു കഴിഞ്ഞാൽ കൈ മുറിക്കുക എന്നതാണ്. ആ കൈ വെട്ടുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ശുപാർശയായിക്കൊണ്ട് അവരുടെ ഒരു ബന്ധു എത്തുകയുണ്ടായി. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞത്, എൻ്റെ മകൾ ഫാത്തിമയാണ് കളവ് നടത്തിയതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിച്ച് കളയുക തന്നെ ചെയ്യും എന്നാണ്.
അപ്പം അത്രക്ക് ഗൗരവം സ്വജനപക്ഷപാതത്തിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ കാണിച്ചത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ സമയത്ത് നടക്കുന്ന അറഫ മൈതാനിയിൽ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ ഉൾക്കൊണ്ടൊരാശയം, ഒരു അറബിക്ക് അനറബിയെക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അവസാന വിജയമുണ്ടാവുക എന്നാണ്. അപ്പോൾ ഈ ആശയവും ചാതുർവർണ്ണത്തിൻ്റെ ആശയവും എങ്ങനെയാണ് നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുക? അപ്പോൾ ഇസ്ലാം ശുദ്ധിവാദം പറയുന്നു. ആ ശുദ്ധിവാദം തന്നെയാണ് ഹിന്ദുത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വത്തിൻ്റെ ആ ശുദ്ധിവാദത്തെ നമ്മൾ ഇതുകൊണ്ട് അംഗീകരിക്കേണ്ടി വരും. ഇസ്ലാം ശുദ്ധിയിലേക്ക് മടങ്ങണം എന്നുള്ള വാദം പറയുമ്പോൾ അവരും ഹിന്ദുത്വവും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന സമീകരണം രണ്ട് നിലക്ക് പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമല്ല, അത് ദൈവികമാണ്, അതുകൊണ്ട് അത് ശുദ്ധമാണ്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം അത് സാർവത്രികമാണ്, ഒരു നിലക്കും അതിൽ മാറ്റം ആവശ്യമില്ല. എന്നാൽ ഹിന്ദുത്വ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്, അത് ചാതുർവർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്, അതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ്, അത് ദൈവികമാണ് എന്ന് അവർക്ക് സ്ഥാപിക്കാൻ ഒരു നിലക്കും കഴിയില്ല. അത് വൈദികമായി ലഭിച്ചതാണ് എന്നവർ പറയുക മാത്രമാണ് ചെയ്യുന്നത്, സ്ഥാപിക്കാൻ കഴിയില്ല. ഇസ്ലാം അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ അത് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുള്ള ഗ്രന്ഥമാണ് എന്നത് നമുക്ക് തെളിയിക്കാൻ കഴിയും. അത് ബഹുമാന്യനായ ഉണ്ണി ആ വിഷയത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമുക്ക് ആ വിഷയം ഓപ്പൺ ചെയ്യാവുന്നതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു സംവാദത്തിനും പഠനത്തിനും താങ്കൾ തയ്യാറാവുകയാണ് എങ്കിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യർ എഴുതി ഉണ്ടാക്കിയതല്ല എന്നും അത് ദൈവത്തിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാകുന്നുവെന്നും നമുക്ക് അനായാസം അത് തെളിയിക്കാൻ കഴിയും. ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാവുന്നതേ ഉള്ളൂ. അതാണ് ആ വിഷയത്തെ സൂചിപ്പിക്കാൻ.